വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മാംഗോ കസ്റ്റേർഡ് റെസിപ്പിയാണ്. മാംഗോ കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ആവശ്യമുള്ളത് 1/2 ലിറ്റർ പാലാണ്. പിന്നെ കസ്റ്റേർഡ് പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാനൊരു 2-3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആവശ്യമുള്ളത് നട്ട്സാണ്. ഞാനിവിടെ ഒരു 5-6 ആൽമണ്ട്സ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മാങ്ങയാണ്. മാങ്ങ ഞാൻ ഒരു 3-4 എണ്ണം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അടുത്തതായിട്ട് ആവശ്യമുള്ള മാംഗോ പൾപ്പാണ്. ഒരു മാങ്ങ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൾപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബോയിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് തണുത്ത പാലിലേക്ക് 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കട്ട കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ്ചർ പാലിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കുറുക്കി എടുക്കുക. പാല് നന്നായിട്ട് കട്ടിയായിട്ട് വരണം, അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് മിക്സ് റെഡിയാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് തണുപ്പിക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്തിട്ട് മാത്രം അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് മാംഗോ പൾപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്യണം. അങ്ങനെ ഇത് കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാംഗോ പീസസും അതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് നട്ട്സായാലും കുഴപ്പമില്ല, നട്ട്സ് എടുത്തിട്ട് മുകളിലേക്ക് ടോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെർവിങ് പ്ലേറ്റിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ റിഫ്രഷിങ് ക്രീമി custard recipe ishtayengal please do like, share and subscribe. Thank you for watching.